അഡ്വക്കേറ്റ് TB മിനി കൂടി നമുക്ക് ഒപ്പം ചേരുമ്പോൾ നിയമവിദഗ്ധർ രണ്ടുപേരുണ്ടാകുന്നത് എല്ലാ കാലത്തും നല്ലതാണ്. അഡ്വക്കേറ്റ് TB മിനി, അതിജീവിതയ്ക്കൊപ്പം നിന്നതിൽ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് നേരിട്ട ദുരനുഭവങ്ങളൊക്കെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ട് അല്പം സമയമൊക്കെ ആകുന്നതേ ഉള്ളൂ. ഈ ഒരു വിഷയമായിട്ട് വരുമ്പോൾ, ഹേമ കമ്മിറ്റിയായിട്ട് വിഷയം വരുമ്പോൾ ഈ പരാതി നേരിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് നിയമ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല, FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം പറയുകയും അങ്ങനെയല്ല എന്ന് മന്ത്രി അടക്കമുള്ളവരൊക്കെ ഇന്ന് പറയുന്ന സാഹചര്യം, കോടതി ചോദ്യം ചോദിച്ച ഒരു സാഹചര്യം. എന്താണ് അതിന്റെ നിയമവശം? എന്താണ്? അല്ലേ, ഒരു കാര്യം പറയട്ടെ. ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, കേസെടുക്കുമല്ലോ പരാതിയില്ലെങ്കിൽ. ഒരു സിമ്പിൾ ലോജിക്കാണ്. അതായത് ഇവിടെ നമ്മുടെ നേരത്തെ CRPC അനുസരിച്ചാണെങ്കിലും ഇപ്പോഴത്തെ ഭാരതീയ സംഹിത അനുസരിച്ചാണെങ്കിലും ഇവിടെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്ത് അത് ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെട്ടാൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിന് ഇവിടെ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല. സർക്കാർ ഇതൊരു ചെറിയ റിപ്പോർട്ടല്ല, ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടല്ല, ഇതൊരു ആഗോളതാപനത്തിന്റെ റിപ്പോർട്ടല്ല, ഇതൊരു ക്രൈം നടന്നതിന്റെ റിപ്പോർട്ടാണ്. ഈ പഠനത്തിന് വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റിനെ നിയോഗിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ റഫറൻസ് ഉണ്ട്. ആ റഫറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ സംഭവിച്ചത്. സൗണ്ട് ഒന്ന് കുറച്ചുകൂടെ, ആ മൈക്രോഫോൺ കുറച്ചുകൂടെ അടുത്ത് പിടിക്കോ? വളരെ വാലിഡ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, ആ സൗണ്ട് ഭയങ്കര ഫീബിൾ ആയിട്ട് പോകുന്നു. നമുക്ക് ഈ പോയിന്റ് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. അതായത് നിങ്ങൾ ഒരു ക്രൈം ആണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് കേവലമായ ഈ കാലാവസ്ഥ ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ല. ഇനി സിനിമാ മേഖലയിലെ നിരവധി വിഷയങ്ങളെ കുറിച്ച് വെറുതെ സംസാരിച്ച റിപ്പോർട്ടല്ല. ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് കൃത്യമായും ആളുകൾ വന്ന് അവരെ ഹരാസ് ചെയ്തതിന്റെ, ക്രൈം നടന്നതിന്റെ റിപ്പോർട്ട് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായും FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാന്ന് മാത്രമല്ല മാൻഡേറ്ററിയുമാണ്. ഇനി പോസ്കോ വിക്ടിംസ് ആണെങ്കിലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിലോ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സമഗ്രമായി പഠിക്കുകയും നോക്കുകയും ചെയ്യാൻ ഈ 4.5 വർഷമായിട്ടും സർക്കാർ ശ്രമിച്ചില്ല എന്ന് പറയുന്നതാണ്. അത് ഏത് തരത്തിലുള്ള കമ്മീഷൻ ആയിക്കോട്ടെ, കമ്മിറ്റി ആയിക്കോട്ടെ, അതിനെയൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ മറ്റുള്ളവരെ അത് ബോധം കെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചാൽ നിയമസഭയിൽ വെക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായി പണി കൊടുത്തതാണ് സർക്കാർ എന്ന് ആർക്കും മനസ്സിലാവാത്തത്. അപ്പൊ അത് ജനങ്ങളെ വിഡ്ഢികളാക്കാതെ ഇതിൽ നമുക്കൊരു സമഗ്രമായ മാറ്റമാണ് വരുന്നെങ്കിൽ ഇത്തരം ക്രിമിനൽസിനെതിരെ FIR ഇട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷണം നടത്തണം. ഇത്രയേ ഉള്ളൂ. അഡ്വക്കേറ്റ് TB മിനി, അത് പറയുന്ന കൂട്ടത്തിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പറയണം. കാരണം ഈ പരാതി കൊടുത്തപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നല്ലോ, ആ വഴിയാണല്ലോ പോകേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വഴിയുമായി പോയപ്പോൾ ഈ 7 വർഷം എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് അഡ്വക്കേറ്റ് TB മിനി. അങ്ങനെ ഒരു പരാതിയുമായി പോയിട്ട് നീതി കിട്ടിയോ ഈ നിമിഷം വരെ എന്നുള്ളതാണ്. നീതി എന്ന് പറയുന്നത് പരിപൂർണമായും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഓരോ സ്റ്റെപ്പായി അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ മെമ്മറി കാർഡ്, ഇപ്പൊ രാഹുൽ ഈശ്വരി ചർച്ചയിലുണ്ടല്ല, ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് ആ കോടതിയിൽ നിന്ന് നീക്കി ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ രാഹുൽ ഈശ്വരൻ കാര്യമായിട്ടുള്ള ചർച്ചകൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് നീക്കി ചെയ്തിട്ടാണ്, കോടതിയെ അപമാനിക്കാനാണെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും പറഞ്ഞത്. അതേ കോടതി അന്വേഷണം നടത്തി ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് നീക്കി ചെയ്യപ്പെട്ടെന്ന റിപ്പോർട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ നിസ്സാര കാര്യമാണോ? ഒറ്റ കാര്യം മാത്രം അയാൾ പറഞ്ഞതിൽ ഒരു വരി കാര്യം, മറ്റൊരു വിഷയം എടുക്കുന്നില്ല. ഈ മാഡത്തിന്റെ 100-1 നിയമപരിജ്ഞാനം എനിക്കുള്ളൂ. ഇവർ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് ആക്സസ് ചെയ്യപ്പെട്ടു എന്നാണ്, ലീക്ക് ചെയ്യപ്പെട്ടു എന്നല്ല. ഞാനൊന്ന് റിമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. വാക്ക് ആക്സസ് എന്നാണ്, ലീക്ക് എന്നല്ല. രണ്ടും തമ്മിൽ ധാരാളം അർത്ഥവ്യത്യാസമുണ്ട്. ഒന്ന്. രണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സാധാരണക്കാർക്കടക്കം, ലിബർട്ടി ബഷീർ സാറിനും എനിക്കും ഒക്കെ അടക്കം ഈ കമ്മീഷനും കമ്മിറ്റിയുമുള്ള കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ അതിനെ വിശ്വാസ്യതയോടെ കണ്ടു. അതിന്റെ മേൽ നമുക്ക് പരിഹാരം കിട്ടിയാൽ പോരെ, സൊല്യൂഷൻ സെൻട്രിക് ആവണ്ടേ? ഇപ്പൊ ആ കേസിൽ എത്ര പ്രായോഗികമാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ സോൾഡ് എക്സാമ്പിൾ, അപർണയോട് പറഞ്ഞ സോൾഡ് എക്സാമ്പിൾ, 35 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഭാഗ്യലക്ഷ്മി ചേച്ചി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്ത് കേസ് എടുക്കാനാണ്? അതിന്റെ പേരിൽ എന്ത് പ്രായോഗിക നടപടികൾ പോസിബിൾ ആണ്?
പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റുമോ? നമ്മൾ പ്രാക്ടിക്കലായി കൂടെ സംസാരിക്കണ്ടേ? അവരുടെ ധാർമ്മിക രോഷം നല്ലതാണ്, ഐഡിയലിസം നല്ലതാണ്, പക്ഷെ കുറെ കൂടെ പ്രാക്ടിക്കലി ഒരു സ്റ്റേറ്റിനോ മുഖ്യമന്ത്രിക്കോ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കോ ഒരു കമ്മിറ്റിക്കോ കുറെ കൂടെ പ്രായോഗികമായി കൂടി കാര്യങ്ങൾ നോക്കേണ്ടി വരില്ലേ? രാഹുലെ ഞാനല്ല പറയണത്, ഇതില് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഈ എല്ലാ വിക്ടിമായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് മൊഴി തരേണ്ടവരിൽ നിന്നും മൊഴി എടുക്കുകയും അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കേസ് രജിസ്റ്റർ ചെയ്യുകയും അല്ലാത്ത കേസ് റഫർ ചെയ്ത് കളയാലോ. അതായത് അഡ്വക്കേറ്റ് ടി പി മിനി വീണ്ടും മൊഴി കൊടുക്കണം. അഡ്വക്കേറ്റ് ടി പി മിനി, അതാണ് ചോദ്യം. നമ്മുടെ കാതലായ വിഷയം അതാണ്, വീണ്ടും മൊഴി കൊടുക്കേണ്ടതായി വരിക. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിക്കുമ്പോൾ വീണ്ടും മൊഴി കൊടുക്കേണ്ടതായിട്ട് വരിക. ഇത് എങ്ങനെയാലും കൊടുക്കണം. ഒരു എഫ്ഐആറിൽ ഒരാൾ ചെന്നിട്ട് ഇൻഫർമേഷൻ പറഞ്ഞു ഒരു എഫ്ഐ സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ രണ്ടാമത്തെ മൊഴി കൊടുക്കണം. നിങ്ങൾക്ക് ഇനി പ്രൊസീജിയർ അറിയാൻ പാടില്ല, മൊഴി പിന്നെയും കൊടുക്കേണ്ടി വരും. ഈ വ്യക്തി നടി ആക്രമിച്ച കേസിൽ ആളുകൾ എത്ര പ്രാവശ്യം മൊഴി കൊടുത്തിട്ടുണ്ട്? അതൊക്കെ മൊഴി പിന്നെയും കൊടുക്കേണ്ടി വരും. അല്ല, അവരുടെ ആലോചിച്ച് നോക്കുക. മിനി മാഡം പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുപ്പിക്കില്ലെന്നും വീണ്ടും അവരുടെ സ്വകാര്യത ലംഘിക്കില്ലെന്നും പ്രോമിസ് ചെയ്തിട്ടല്ലേ ഈ 63 പേർ ഹേമ കമ്മിറ്റി മുഖമെന്ന് പറഞ്ഞു. ഇതല്ലേ ബഹുമാനപ്പെട്ട സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. അതായത് വീണ്ടും വീണ്ടും രാഹുൽ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല. ഈ ആളുകളെ സംബന്ധിച്ച് രാഹുൽ ഇപ്പൊ പറഞ്ഞ പോലെ കമ്മീഷനാണോ കമ്മിറ്റി ആണോ എന്ന് അവർക്കറിയാമോ? അവരൊരു സർക്കാർ ബോഡി എന്നാണ് അതിനെ കരുതുന്നത്. ആ സർക്കാർ ബോഡിയിൽ അവര് അവരുടെ പരാതി നൽകിയിരിക്കുന്നു. ഇവിടെ എങ്ങനെയാ രാഹുൽ ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വായിച്ചു നോക്കിയാ ആ റിപ്പോർട്ടിൽ കൃത്യമായി ജസ്റ്റിസ് ഹേമ പറയണത് എന്താ? അദ്ദേഹം പറയണത് ഇവര് വരാതിരുന്നതായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വഴി നോട്ടീസ് സർവ് ചെയ്തു. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ക്ലിയർ അല്ലേ? അവര് വന്നു, മൊഴി കൊടുത്തു, അവര് ചില തെളിവുകൾ കൊടുത്തു. ആ തെളിവുകൾ അവിടെ ഇല്ലേ? ആ തെളിവുകൾ കൊടുത്താൽ പിന്നെ ഉള്ളത് ഫർദർ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അവരെ പോയി രഹസ്യമായി ഈ ഫർദർ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായാൽ എന്താ പ്രയാസം?